നമസ്കാരം മക്കളെ, നമുക്ക് ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് 6.1 എന്ന് പറയുന്നത്. അതിനകത്ത് കണ്ടിന്യൂറ്റി ഓഫ് മോണോട്ടോണിക് ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോണോട്ടോണിക് ഫംഗ്ഷൻ? ദർ ആർ ടു ടൈപ്സ് ഓഫ് മോണോട്ടോണിക് ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ദ മോണോട്ടോണിക് ഇൻക്രീസിങ് കേസ് ആൻഡ് മോണോട്ടോണിക് decreasing case. So here we have a theorem that states that you are given a function f which is monotone on open interval ab, then f is continuous except possibly at a countdown number of points in open interval ab. അതിനർത്ഥം ഒരു ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഡൊമൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ആണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഡെന്യൂമറബിളോ അല്ലെങ്കിൽ കൗണ്ടബിളോ ആയിരിക്കുമോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദ സെയിം തിയർ ആക്ച്വലി. ഓക്കെ, സോ വി സപ്പോസ് ദാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻക്രീസിങ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിക്രീസിങ് കേസ് തരുമ്പോൾ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സപ്പോസ് ദാറ്റ് എഫ് ഈസ് മോണോട്ടോണിക് ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അപ്പോൾ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓപ്പൺ ഇൻ്റർവൽ എ ബി ബൗണ്ടഡ് ആയിട്ടുള്ള കേസും അൺബൗണ്ടഡ് കേസും. സോ ഹിയർ വി അസ്യൂം ദാറ്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ഈസ് ബൗണ്ടഡ്. ഓപ്പൺ ഇൻ്റർവൽ എ ബി ബൗണ്ടഡ് ആണ് ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ, എ ഇല്ല ആക്ച്വലി എക്ക് ശേഷം വരുന്ന വാല്യൂ ചെറിയ വാല്യൂ, ബിയിലുള്ളത് വലിയ വാല്യൂ ആയിരിക്കും. ആക്ച്വലി എഫ് ഇതിൻ്റെ റേഞ്ച് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ക്ലോസ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, ആ ഒരു വാക്കിനേക്കാൾ ബെറ്റർ ഇറ്റ് ഈസ് ബൗണ്ടഡ്. കാരണം ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർവെലിൻ്റെ മാക്സിമം വാല്യൂ ബിയും മിനിമം വാല്യൂ എയും ആണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. പക്ഷേ അപ്പോൾ സുപ്രീം ഇൻഫോം സെറ്റിലുണ്ടാവണം നിർബന്ധമില്ല, ഓർക്കുക. ഓക്കെ, ലെറ്റ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. അപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് ചൂസ് ചെയ്തു. ആ പോയിൻറ്റിനകത്തുള്ള ഫംഗ്ഷൻ്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ടെസ്റ്റ് ചെയ്യുകയാണ്. ആദ്യം റൈറ്റ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്നു, ലെഫ്റ്റ് ലിമിറ്റും കൺസിഡർ ചെയ്യുന്നു. ഹിയർ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് മീൻസ് ഇറ്റ് ഈസ് ദി ലെഫ്റ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സുപ്രീം ഓഫ് ആൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട്. അതായത് എക്സ് നോട്ടിൻ്റെ തൊട്ട് ബാക്കിലുള്ള പോയിൻറ്റ്സിൻ്റെ ഇമേജുകളുടെ ഏറ്റവും വലിയ വാല്യൂ, അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് PG പഠിച്ചിട്ടുണ്ട്. സിംപ്ലി റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ടിൻ്റെ റൈറ്റിൽ വരുന്ന വാല്യൂസുകളുടെ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ അതിൻ്റെ റൈറ്റ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ വരാനുള്ള റീസൺ ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസിങ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ വാല്യൂ കൂടുകയും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വാല്യൂ കുറയുന്നു എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ റൈറ്റ് ലിമിറ്റിനെയും ലെഫ്റ്റ് ലിമിറ്റിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഇമേജും ഈക്വൽ ആവും നമുക്കറിയാം. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് if and only if corresponding left limit, right limit and image at the point x naught should be equal. So that is our condition for continuity. That means it is discontinuous means if and only if what? Left and right limit always exist for any monotonic function. ഏതൊരു മോണോട്ടോണിക് ഫംഗ്ഷൻ്റെയും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എല്ലായ്പ്പോഴും ഉണ്ടാവും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിൽ എക്സ് ഡിസ്കണ്ടിന്യൂസ് ആവണമെന്ന് പറയണമെങ്കിൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആവില്ല, അതുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഈസ് മോണോട്ടോൺ ഇൻക്രീസിങ് ആയതുകൊണ്ട് നമുക്കറിയാം റൈറ്റ് ലിമിറ്റ് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സ് നോട്ട് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്. പക്ഷേ ഇവിടെ ഈക്വൽ അല്ല എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഇക്വാലിറ്റി റിമൂവ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് ഇഫ് എക്സ് നോട്ട് ഈസ് ദ പോയിൻറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ദെൻ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ദാറ്റ് ഈസ് ദി ലെഫ്റ്റ് ലിമിറ്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ വാട്ട് ദി റൈറ്റ് ലിമിറ്റ് ഓഫ് ദ പോയിൻറ്റ് എക്സ് നോട്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെല്ലിനെ ജമ്പ് ഇൻ്റർവെൽ എന്നാണ് വിളിക്കുക. ജമ്പ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ചെയ്യുന്നത് ജമ്പ് ഓഫ് എക്സ് നോട്ട് മീൻസ് സെറ്റ് ഓഫ് ആൾ വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആയത്, എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആയതുകൊണ്ട് ആ ഇൻ്റർവെല്ലുണ്ടല്ലോ അതിൻ്റെ ഇൻവേഴ്സ്, ആ ഇൻ്റർവെല്ലിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ ജമ്പ് ഓഫ് എക്സ് നോട്ട് എന്ന് വിളിക്കുന്നത്. കാരണം എഫ് ഓഫ് എക്സ് നോട്ട് എന്നൊക്കെയുള്ള കേസ് റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ ജമ്പ് ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജമ്പ് ഇൻ്റർവെൽ മീൻസ് സെറ്റ് ഓഫ് ആൾ വൈ വിച്ച് ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലെസ് ദാൻ വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. ഇൻവേഴ്സ് അല്ല കേട്ടോ, സോറി, അതിൻ്റെ റേഞ്ച് സെറ്റിൽ തന്നെ വരുന്നത് തന്നെയാണ് ജമ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എഫ് ബൗണ്ടഡ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഏറ്റവും വലിയ വാല്യൂ എത്തുന്നത് എഫ് ഓഫ് എയേക്കാൾ കുറവായിരിക്കും, ഏറ്റവും ചെറിയ വാല്യൂ എഫ് ഓഫ് എയേക്കാൾ വലുതുമായിരിക്കും എന്നറിയാം.
അപ്പോൾ ദാറ്റ് മീൻസ് ഈ ജമ്പ് ഇൻ്റർവെല്ലിൻ്റെ അതായത് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. ആ ജമ്പ് ഇൻ്റർവെൽ ആരുടെ ഉള്ളിലായിരിക്കും? റേഞ്ച് സെറ്റിൻ്റെ ഉള്ളിലായിരിക്കും, നമുക്ക് ഉറപ്പായി അറിയാം. Note that each jump interval is the disjoint from other and their union contained in f of a f of b. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് സംഭവിക്കുന്നത് നോക്കണം. അതായത് ഓരോ പോയിന്റിലെയും ജമ്പ് ഇൻ്റർവെല്ലുകൾ ഡിസ്ജോയിൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒറ്റ റീസണാണ്, ഫംഗ്ഷൻ എന്തായതുകൊണ്ടാണ്? മോണോട്ടോൺ ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇവിടെ ഓരോ പോയിൻറ്റിൻ്റെയും ജമ്പ് ഇൻ്റർവെൽ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ജമ്പ് ഇൻ്റർവെൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾ പ്രൂവ് ചെയ്യുക. 2 പോയിൻ്റ്, ഇപ്പോൾ എക്സ് നോട്ടും എക്സ് വണ്ണും 2 പോയിൻ്റ് എടുക്കുക. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ് ചൂസ് ചെയ്യുക. ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പോസിബിലിറ്റി എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വണ്ണോ അല്ലെങ്കിൽ എക്സ് വൺ ലെസ് ദാൻ എക്സ് നോട്ടോ ആയിരിക്കും. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും ജമ്പ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക, മോണോട്ടോണിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഡിസോയിൻ്റ് അല്ല എന്ന് കൊടുക്കുമ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, ദാറ്റ് ഇസ് എ ക്ലൂ ഫോർ പ്രൂവിങ് ദാറ്റ്. ഇനി അടുത്ത കുറേ ജമ്പ് ഇൻ്റർവെല്ലുകളുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇത്തരം ഡിസ്കണ്ടിന്യൂറ്റി പോയിൻറ്റുകളുടെ എണ്ണം ഡെന്യൂമറബിൾ അല്ലെങ്കിൽ കൗണ്ടബിൾ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു നാച്ചുറൽ നമ്പർ എടുത്തു. ഫോർ എക്സാമ്പിൾ n = 1 എന്ന് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 ലെങ്ത് ഉള്ള എത്ര ജമ്പ് ഇൻ്റർവെൽ ഉണ്ടാവും എന്നാണ്. തൊട്ട് മുന്നേ പറഞ്ഞു ജമ്പ് ഇൻ്റർവെല്ലുകളൊക്കെ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞു. ഓപ്പൺ ക്ലോസ് ഇൻ്റർവെൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബിയുടെ ഉള്ളിലുണ്ടായിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര ജമ്പ് ഇൻ്റർവെൽ ഉണ്ടാവും 1 ലെങ്ത് ഉള്ളത്? എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ലെങ്ത് എടുക്കുന്നത് 1/1 എന്ന് എടുക്കുന്നത്. അതായത് 1 ലെങ്ത്തുള്ള എത്ര ഉണ്ടാവും? കാരണം എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 ലെങ്ത്തുള്ള എത്ര ഇൻ്റർവെൽ അതിനുള്ളിൽ വെക്കാൻ പറ്റും? ഫൈനൈറ്റ് എണ്ണോ പറ്റുള്ളൂ. ഇൻഫിനിറ്റ് എണ്ണം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഡിസ്ജോയിൻറ്റ് ലെങ്ത്തുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് 1+1+1+1+ എത്ര ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും? ഇൻഫിനിറ്റ് ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എഫ് ഓഫ് എ എഫ് ഓഫ് ബിയുടെ ഉള്ളിൽ നിൽക്കില്ല. കാരണം എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ജമ്പ് ഇൻ്റർവെൽ ഓരോന്നിനും ലെങ്ത്ത് 1 ആണ്. അങ്ങനെ ഇൻഫിനിറ്റ് എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി എന്ന നമ്പർ കിട്ടും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ 1 ലെങ്ത്തുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ജമ്പ് ഇൻ്റർവെൽ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, n = 2 എടുത്താൽ 1/2 ലെങ്ത്തുള്ള എത്ര ഇൻ്റർവെൽ ഉണ്ടാവുമെന്ന്. 1/2 ലെങ്ത്തിൻ്റെ കേസ് ഇതുപോലെ 1/2 ഇൻഫിനിറ്റ് ടൈംസ് ആഡ് ചെയ്താലും വീണ്ടും ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ 1/2 കേസിൻ്റെയും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഉണ്ടാവുള്ളൂ. n = 3 കൊടുക്കുമ്പോൾ 1/3 ലെങ്ത്തുള്ള എത്ര ജമ്പ് ഇൻ്റർവെൽ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഫൈനൈറ്റേ പറ്റുള്ളൂ. ഓക്കെ, ഇൻ ജനറൽ ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ n there are only finite number of jump intervals having length greater than 1/n. 1/n അതിന് കൂടുതലോ ലെങ്ത്ത് വരുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ കറസ്പോണ്ടിങ് ടു ഈച്ച് നാച്ചുറൽ നമ്പർ. അപ്പോൾ 1 എന്ന നമ്പർ എടുത്തപ്പോൾ എനിക്ക് 10 ഇൻ്റർവെൽ കിട്ടി. 2 എന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2 അതിൽ കൂടുതലോ ലെങ്ത്തുള്ള എനിക്ക് 10 എണ്ണം കിട്ടി, അല്ലെങ്കിൽ ഒരു 20 എണ്ണം കിട്ടിയിരിക്കും. അങ്ങനെ ഓരോ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ എത്ര നാച്ചുറൽ നമ്പർ ഉണ്ടോ അത്രയും ഫൈനൈറ്റ് ആണ്. പക്ഷേ നാച്ചുറൽ നമ്പറിൻ്റെ എണ്ണം ഡെന്യൂമറബിൾ ആണ്. Therefore, number of jump intervals corresponding to the points of discontinuity is countable. കാരണം number of jump intervals corresponding to points of discontinuity എന്ന് പറയുന്നത് സം ഓഫ് 1 ലെങ്ത് ഉള്ളതിൻ്റെ എണ്ണം പ്ലസ് 1/2 ലെങ്ത് ഉള്ളതിൻ്റെ എണ്ണം പ്ലസ് 1/3 ലെങ്ത്തിനുള്ള എണ്ണം. 1/3 എന്നല്ല ഉദ്ദേശിക്കുന്നത്, 1/3യേക്കാൾ കൂടുതൽ കേസ്. അപ്പോൾ 1-നേക്കാൾ കൂടുതൽ വരുന്ന ലെങ്ത്തുള്ള കേസ് ആദ്യം എടുത്തു. 1/2 അതിനേക്കാൾ 1 വരെയുള്ള ലെങ്ത്തിൻ്റെ കേസ് എടുത്തു. 1/3 1/2 വരെയുള്ള ലെങ്ത്ത് എടുത്തു. അങ്ങനെ എല്ലാം കൂടി എടുക്കുമ്പോൾ ഓരോ കേസിനും ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് എങ്ങനെ എണ്ണം സം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൈറ്റ് കിട്ടില്ലെങ്കിലും ബട്ട് എന്തായിരിക്കും? ഫൈനൈറ്റ് യൂണിയൻ ഓഫ് കൗണ്ടബിൾ നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം എന്തായിരിക്കും? ഡെന്യൂമറബിൾ ആയിരിക്കും. ഓക്കെ, അതായത് കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഫൈനൈറ്റ് സെറ്റ്സ്. കുറേ ഫൈനൈറ്റ് സെറ്റ്സ് ഉണ്ട്, കൗണ്ടബിൾ എണ്ണം ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടി, കാരണം നാച്ചുറൽ നമ്പറിൻ്റെ എണ്ണം കൗണ്ടബിൾ ആണ്. അപ്പോൾ കൗണ്ടബിൾ നമ്പർ ഓഫ് ഫൈനൈറ്റ് സെറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡെന്യൂമറബിൾ സെറ്റ്സ് ആണ് കിട്ടുക. ദെർഫോർ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ഷുഡ് ബി ഡെന്യൂമറബിൾ. ഓക്കെ.